ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു ആൽഫ, അതായത് ബലിനോയിലെ തന്നെ ടോപ്പിന്റെ വേരിയന്റുള്ള വണ്ടി ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇത് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ചെറിയൊരു റിവ്യൂ ആയിക്കോട്ടെ എന്ന് വെച്ചു. നമ്മൾ വന്നിട്ടുള്ളത് പെരുമ്പാവൂർ നെടുന്തോട് നെറ്റ്സെയിലാണോ. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വണ്ടി ഡീറ്റെയിലേക്ക് പോവാം. വണ്ടി നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. നമുക്ക് ഇതിൽ ബേസ് ഡ്യുവൽ ടോൺ അലോയ്സും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ലോഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് 360 ക്യാമറ ഉൾപ്പെടെ ലോഡ് ചെയ്യുന്ന വണ്ടിയോ. അപ്പോൾ ഈ വാഹനത്തിന്റെ ഓഫറും കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയിലേക്കും പോവാം. ഫസ്റ്റ് തന്നെ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റിൽ തന്നെ തുടങ്ങാം. അതിന്റെ DRLും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് LED ടൈപ്പാണ് വന്നിട്ടുള്ളത്. എല്ലാ ഫീച്ചേഴ്സും ലോഡർ ആണോ. അതുപോലെ അലോയ്സ് നോക്കുമ്പോൾ ഡ്യുവൽ ടോൺ അലോയ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ തന്നെ 360 ക്യാമറയുടെ ആ ഒരു പ്രൊജക്ഷനൊക്കെ അവിടെ കാണാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയുന്നത് UV കട്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതും ടോപ്പ് എൻഡ് വേരിയന്റിൽ വന്നിട്ട് ഫീച്ചറായിട്ട് നമുക്ക് കണക്കൂട്ടാണോ. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. നമുക്ക് റിക്കോ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇന്റീരിയർ നോക്കുമ്പോഴേ കാണാവുന്നതാണ്. നല്ല പ്രീമിയം ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുമ്പോഴേ നമ്മൾ വണ്ടിയിലേക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ നേരെ കാണുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. 9-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് 360 ക്യാമറയുടെ വ്യൂ ഒക്കെ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഗുണം നമുക്ക് കാണാൻ സാധിക്കും. പാർക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. സ്റ്റിയറിംഗിലേക്ക് നോക്കുമ്പോഴെല്ലാം കാണാവുന്നതാണ്. ക്രൂസ് കൺട്രോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റിലാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് ഒക്കെ നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് മാരുതി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഓട്ടോ ഡിമ്മിങ് ARVM കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആർക്കെമിസ്റ്റിന്റെ സറൗണ്ടിങ് സെൻസിങ് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ ഈ ഡാഷ് ഇതൊക്കെ നോക്കുമ്പോൾ അതിന്റെ സൈഡ് ഡോർ നോക്കുമ്പോൾ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ടച്ചിലുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ള. ഒരു സിൽവർ ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മാനുവൽ വേരിയന്റ് ആണ്. വണ്ടി അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ട് വരുന്നൊരു വാഹനമാണോ. അപ്പോൾ ഇന്റീരിയർ നോക്കുമ്പോഴായാലും വളരെ പ്രീമിയം ടച്ചോടുകൂടിയുള്ള ഇന്റീരിയർ തന്നെ പറയാം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴായാലും നമുക്ക് കാണാവുന്നതാണ്. റിയർ AC വെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സീറ്റിംഗ് ആയാലും വളരെ കംഫർട്ടബിൾ ആട്ടോ. അത്യാവശ്യം ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ കൊടുത്തിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബലിനോ വീഡിയോസ് ഒത്തിരി വന്നിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു വീഡിയോ ഫസ്റ്റ് നമുക്ക് കാർ റിവ്യൂസിൽ പുതിയ കാറിന്റെ റിവ്യൂസിൽ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ തന്നെ കൺസെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ബാക്കിൽ ഇരിക്കുന്നവർക്കായാലും തണുപ്പിന്റെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സീറ്റിംഗ് വളരെ കംഫർട്ടാട്ടോ. നല്ലൊരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴേലും കാണാവുന്നതാണ്. റിയർ വൈപ്പേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതിൽ വാഷറോട് കൂട്ടിയിട്ടാണ് ഈ സിൽവർ ഇൻസേർട്ട് ഈ ഒരു വേരിയന്റിന് തൊട്ട് താഴെയുള്ള വേരിയന്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ സെൻസേഴ്സും കാര്യമുള്ള കമ്പനി ഇൻബിൽറ്റ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ മിററിന്റെ കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഓട്ടോ ഫോൾഡിങ് വരുന്ന മിററും കാര്യങ്ങളൊക്കെയാണ്. അതിൽ സിഗ്നലൊക്കെ ഇതിൽ ഇൻസേർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ബലീനോ ഇപ്പോൾ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെടുന്തോട് നെറ്റ്സെയിലാണ്. ഈ വാഹനം ഇപ്പോൾ ഓഫറായിട്ട് അയച്ചിട്ട് നമുക്ക് ഈ ടോപ്പ് എൻഡ് വാഹനം 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ സാധിക്കുന്നതാണോ. ഇനി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കയറി വരുന്നതാണ്. അപ്പോൾ ഈ വണ്ടി എടുക്കാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് എക്സിക്യൂട്ടീവിനെ കോൺടാക്ട് ചെയ്ത് എക്സിക്യൂട്ടീവ് നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടിയുടെ എല്ലാ ഡീറ്റെയിലും ഇറങ്ങി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കേട്ടോ. പെരുമ്പാവൂരാണെങ്കിൽ ഓടിക്ക് വരാവുന്ന ദൂരമേ ഉള്ളൂ. നെടുന്തോട് നെറ്റ്സെയിലാണ് നമ്മൾ വന്നിട്ടുള്ള വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവൈലബിൾ ആണോ. അപ്പോൾ അടുത്തുള്ളവരെ ബൈ ബൈ.